ഹായ് ഹോൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇതുപോലത്തെ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് വീഡിയോ നമുക്ക് നോക്കാം കേട്ടോ. ഇതേപോലെ 2 ലെയർ ആയിട്ടുള്ള പ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണിത്. ഇതേപോലെ യോക്ക് പാർട്ടാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. തുണി നമ്മൾ ഇതേപോലെ 4 മടക്കായിട്ട് മടക്കുക. അതേപോലെ ബാക്കിലെ പീസ് ഒരു 4 ഇഞ്ച് വ്യത്യാസം വിട്ടാണ് മുന്നിലെ പീസ് നമ്മൾ വെക്കണത്. അപ്പോൾ ബാക്കിൽ സിബ് വെക്കാനുള്ളതുകൊണ്ടാണ് ആ 4 ഇഞ്ച് നമ്മൾ ഇതേപോലെ കുറച്ച് വിട്ടിട്ട് ചെയ്യണത്. ഇനി അതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ച്. അതേപോലെ ഷോൾഡർ 4 ഇഞ്ച്, ആം ഹോൾ അതേപോലെ 1 ഇഞ്ച് അളവെടുത്തു. ചെസ്റ്റ് ഭാഗം വരുന്നത് 6 ഇഞ്ച്. അതിൻ്റെ നമ്മുടെ ഷേപ്പിൻ്റെ വരുന്ന ഭാഗത്ത് 5 ഇഞ്ച്. അപ്പോൾ എല്ലാത്തും കൂടെ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ടാണ് ഞാനിതൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ടുള്ളത്. ചെസ്റ്റ് പാർട്ടിൻ്റെ അവിടെയും നമ്മൾ ഷേപ്പിൻ്റെ അവിടെ കൂടെ ഓരോ ഇഞ്ച് ഉള്ള അളവിനെക്കാട്ടിൽ ഓരോ ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിന് റൗണ്ട് നെക്കാണ്. ബാക്കിൽ നെക്ക് 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ് വിടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ആ ബാക്കി സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗമാണ്. അത് ഞാൻ കൊടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ്. അതിൽ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 1 ഇഞ്ച് 9 ഇഞ്ചും അടിയത്തെ പീസും 10 ഇഞ്ചുമാണ് ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് നമ്മൾക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ട് നെക്കല്ലേ, അപ്പോൾ ക്രോസ് പീസ് വെച്ച് കണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ട് കണ്ട് പതിച്ചടി കൊടുക്കുക. ഇനി ഫ്രണ്ടിലെ നെക്ക് ഇതേപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് ആ ക്രോസ് പീസ് മറിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ ബാക്ക് പീസ് ആണെങ്കിൽ ഉൾവശത്തേക്ക്, അതായത് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ 2 നെക്കും നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഷോൾഡർ രണ്ടും ഇതുപോലെ കൂട്ടി കൊടുക്കുക. ഇതിൽ ബാക്കിൽ സിബും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിൽ കാണുന്നില്ല. ഞാൻ എടുത്തിരുന്നു, പക്ഷേ ക്യാമറ ഓൺ ആയിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സ്ലീവിൻ്റെ ആ വശത്ത് ഇതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് പതിച്ചടി കൊടുക്കുകയാണ് സ്ലീവും ചെയ്യുന്നത്. ക്രോസ് പീസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആകെ 1 ഇഞ്ച് വീതി മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടില്ല. പിന്നെ കട്ടിടാൻ മറക്കരുത്. അപ്പോൾ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സ്റ്റിച്ചുമ്പോൾ തട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ മറിച്ചിട്ടിട്ട് പതിച്ചടി കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഭാഗം കിട്ടും. ഇനി എൻ്റെ സ്ലീവാണ്. സ്ലീവ് ഇതേപോലെ തന്നെ ഞാൻ 16 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസിന് ഇതേപോലെ ചെറിയ കുഞ്ഞു പ്ലീറ്റ് എടുത്ത്, സ്ക്വയർ ആയിട്ടുള്ള പീസിന് എടുത്തുള്ള കുഞ്ഞു പ്ലീറ്റ് ഇട്ടാണ്ട് ഇതേപോലെ നമ്മളെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന രീതിക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ ഭാഗങ്ങൾ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിത് 1.5 മീറ്റർ തുണിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 3-3.5 വയസ്സായ കുട്ടിക്ക് ചെയ്തൊരു ഫ്രോക്കാണ്. അപ്പോൾ ഈ യോക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പാർട്ടിന് ഈക്വലായിട്ടാണ് ഞാൻ 2 ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം നമുക്ക് ഷേപ്പും കാര്യങ്ങളില്ല, സ്ക്വയർ ആയിട്ടുള്ള 2 പീസാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയാണോ തുണി ആ തുണിക്ക് അനുസരിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് ആ ഇതിനനുസരിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ പിന്നെ യോക്ക് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നല്ലോ. ഇനി അതിൻ്റെ 2 വശത്തായിട്ട്, അതായത് യോക്ക് പാർട്ടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിന സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്രയാണ് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ട മെഷർമെൻറ്റ് ആ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക. പിന്നെ അതിനുശേഷം ഇതേപോലെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് മടക്കാനായിട്ടുള്ള ഇതേപോലെ അടി മടക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫ്രോക്ക് റെഡി. കുട്ടികൾക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കോട്ടൺ ഫ്രോക്കാണത്. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും കമൻറ്റും കൂടെ കൂട്ടത്തിൽ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.